Good morning. Today I deal with the topic construction of each preparation of test items. ഒരു ടെസ്റ്റ് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഐറ്റംസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് ജനറേറ്റ് ചെയ്ത് നമ്മൾ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും അപ്രൈസൽ അച്ചീവ്മെൻറ്റ് ലേണിംഗ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ടെസ്റ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാനാണെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ പർപ്പസ് ഓഫ് ദ ടെസ്റ്റ്. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ കണ്ടന്റ് ഏരിയാസ് ടു ബി ആക്സസ്ഡ്. തേർഡ്, planning of the test. 4, preparation of design and develop test items. Fifth one, preparation of blueprint. Sixth one, assembling the question paper. Seventh one, determine the difficulty level. Eighth one, preparing the scoring key and the marking scheme. Ninth one, preparing question wise analysis. And ninth one, pilot test the items. 11th one, consider time constraints. 12th, analyze results. And 13, provide feedback. ഈ ഒരു 13 സ്റ്റെപ്പിലൂടെയാണ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ടെസ്റ്റ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഈ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡിറ്റർമൈൻ ദ പർപ്പസ് ഓഫ് ദ ടെസ്റ്റ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്താണ് ഇതിൻ്റെ പർപ്പസ്, അതിനനുസരിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതാണ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് നമുക്കൊരു കുട്ടിയുടെ നോളേജ് ചെക്ക് ചെയ്യാനാണ്, പ്രയർ നോളേജ് ചെക്ക് ചെയ്യാനാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലേണിംഗ് ഗ്യാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഒരു പെർട്ടിക്കുലർ കോഴ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിലോട്ടോ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ സ്കിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ പർപ്പസ്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ടെസ്റ്റ് ചെയ്താലും ആദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഒരു ടെസ്റ്റിൻ്റെ പർപ്പസ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് നമ്മൾ പറഞ്ഞ പോലെ ഐഡൻറ്റിഫൈ ദ കണ്ടന്റ് ഏരിയാസ് ടു ബി ആക്സസ്ഡ്. നമുക്ക് തോന്നിയ പോലെ ചോദിച്ചിട്ട് കാര്യമില്ല, കണ്ടന്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ. അപ്പോൾ ഏത് തരം കണ്ടന്റ് ആണോ കുട്ടിക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ടെസ്റ്റ് ഐറ്റംസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സ്പെസിഫിക് കണ്ടൻറ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ടാവും, നമ്മൾ സ്കിൽസും കുട്ടിയുടെ നോളേജും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഏരിയ ഓഫ് കണ്ടൻറ്റ് ഉണ്ടാവും. അതിന് വേണം നമ്മൾ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ടെസ്റ്റ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ് ഓഫ് ദ ടെസ്റ്റ്. ഓക്കെ, പ്ലാനിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇനി വരാൻ പോകുന്ന എല്ലാം പ്ലാനിങ്ങിലാണ് വരാം. അപ്പോൾ ആ വേരിയസ് സ്റ്റേജസ് നമ്മൾ പിന്നീട് പറയും. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ ഡെവലപ്പ് ടെസ്റ്റ് ഐറ്റംസ്. നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഡിസൈൻ പ്രിപ്പയർ ചെയ്യാം. അതായത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് തരത്തിലുള്ളത്, ഇപ്പോൾ ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക എസ്സേ ടൈപ്പ് ആയിക്കോട്ടെ. അപ്പോൾ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ, അതായത് ടെസ്റ്റ് ഐറ്റംസിൻ്റെ ഡിഫിക്കൽട്ടി. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈസി ആയിരിക്കും, ചില ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി ലെവലായിരിക്കും, ചിലത് മീഡിയം ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ യൂണിറ്റിനും കൊടുക്കേണ്ട വെയിറ്റേജ്, അതുപോലെ തന്നെ കണ്ടൻറ്റ്, ഇതൊക്കെ എന്താണ് ഈ പ്രിപ്പറേഷൻ ഓഫ് ഡിസൈനിലും ഡെവലപ്പ് ടെസ്റ്റ് ഐറ്റംസിലും വരുന്ന സബ് ടോപ്പിക്സുകളാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഷ്യൂർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ടെസ്റ്റിൽ. അതിലൊന്നാണ് വാലിഡിറ്റി. വാലിഡ് ആയിരിക്കണം, റിയലബിലിറ്റി ഉണ്ടാവണം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ പ്രാക്ടിക്കബിലിറ്റി കൂടി നമ്മൾ ഈ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആയിരിക്കണം നമ്മളൊരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ
ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ബ്ലൂ പ്രിൻ്റ് നമ്മൾ ഒരു 3 ഡയമെൻഷണൽ ഒരു ഫോർമാറ്റ് ആണെന്ന് പറയാം. ഒരു യൂണിറ്റ് ഒരു എക്സാം നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര വെയിറ്റേജ് ആണ് എല്ലാ ക്വസ്റ്റ്യനും കൊടുക്കുന്നത്, നോളേജിൽ എത്ര കിട്ടി, അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്ര, സ്കിൽസിൽ എത്ര, ആപ്ലിക്കബിലിറ്റിയിൽ എത്ര, അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഷോർട്ട് ആൻസർ, എസ്സി ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 3 ഡയമെൻഷണൽ ഫോർമാറ്റിൽ നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണെന്ന് പറയാം ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാം. ഇത് നമ്മുടെ കുട്ടിയുടെ നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, സ്കില്ല്, ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു മോഡലായിരുന്നു കാണിച്ചിരുന്നത്. 6th വൺ എന്ന് പറയുന്നത് അസംബ്ലിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഇതെല്ലാം ചെയ്തു, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അസംബ്ലി ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അസംബ്ലി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നല്ല കൃത്യമായ രീതിയിൽ വേണം ഇൻസ്ട്രക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ ഇത്ര സമയമാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഇത്ര മാർക്കിലാണ്, കൂൾ ഓഫ് ടൈം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ആദ്യമേ നമ്മൾ അത് എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കുട്ടിക്ക് എത്രത്തോളം എഴുതണം അല്ലെങ്കിൽ ഇത്ര സമയമുള്ളൂ ഈ ക്വസ്റ്റ്യൻ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അസംബ്ലി ചെയ്തിരിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻസൊക്കെ കറക്റ്റ് ഓർഡർ ഫോർമാറ്റിലായിരിക്കണം നമ്മൾ അസംബ്ലി ചെയ്യേണ്ടത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കണം. അല്ലാതെ എസ്സേ ടൈപ്പ് കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ്, പിന്നെ ഷോർട്ട് ആൻസർ, പിന്നെ എസ്സേ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഡിറ്റർമൈൻ ദ ഡിഫിക്കൽട്ടി ലെവൽ. അതായത് എത്രത്തോളം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാണ്, മീഡിയമാണ്, ഹാർഡാണ്. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒട്ടും ഹാർഡാവാനും പാടില്ല, ഒട്ടും ഈസി ആവാനും പാടില്ല. ഒരു ആവറേജ് സ്റ്റുഡൻസിന്, അതായത് നമ്മളൊരു ക്ലാസ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആവറേജ് സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കരുത് നമ്മൾ ഇതാക്കേണ്ടത്. അതുപോലെ തന്നെ ഒട്ടും ഈസിയും ആക്കരുത്, ഒരു മീഡിയം രീതിയിൽ വേണം ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അത്യാവശ്യം ആവറേജ് മാർക്കും, അതുപോലെ ഇപ്പോൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത്യാവശ്യം റേഞ്ചും, അതായത് എല്ലാവർക്കും ജയിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ പറയുന്നത് ഇതൊരു ഫോർമാറ്റാണ്. ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസിൻ്റെയും ആവറേജ് ക്വസ്റ്റ്യൻ്റെയും ഈസി ക്വസ്റ്റ്യൻ്റെയും പെർസെൻറ്റേജ് ഇത്ര വേണം ഉള്ളൊരു ബോക്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 8th വൺ എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ദ സ്കോറിംഗ് കീ, ദ മാർക്കിംഗ് സ്കീം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് മാർക്ക് കൊടുക്കുകയാണ്, സ്കോറിംഗ് കീ കൊടുക്കുകയാണ്, മാർക്കിംഗ് സ്കീം കൊടുക്കണം. ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമുക്ക് 10 മാർക്ക് കൊടുക്കാൻ പറ്റും. ഒരു വരിയിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ ആൻസറിന് നമുക്ക് 10 മാർക്ക് കൊടുക്കാൻ പറ്റില്ല. എസ്സേ പോലുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇത്തിരി വെയിറ്റേജ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസറിന് 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കാണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പിന് നമുക്ക് 1 മാർക്കേ 1-2 മാർക്കേ ഒബ്ജക്റ്റീവ് ടൈപ്പിന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒബ്ജക്റ്റീവ് ടൈപ്പിന് 10 മാർക്കും എസ്സേക്ക് 2 മാർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിൽ വരുന്നത് സ്കോറിംഗ് കീയും മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 9th വൺ പ്രിപ്പയറിംഗ് ക്വസ്റ്റ്യൻ വൈസ് അനലൈസിസ്. നമ്മൾ ക്വസ്റ്റ്യൻ വൈസ് അനലൈസ് ചെയ്യുക. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവാം, ഷോർട്ട് ആൻസർ ഉണ്ടാവാം, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവാം, എസ്സേ ടൈപ്പ് ഉണ്ടാവാം, പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ളത് ഉണ്ടാവാം, ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ 10th വൺ പൈലറ്റ് ടെസ്റ്റ് ദ ഐറ്റംസ്. നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒരു സ്മോൾ സാമ്പിളിൽ നമ്മളിതെന്ത് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈം അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഒരു
ചെറിയ രീതിയിൽ ചെറിയ സാമ്പിളിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മൾ നടത്തി നോക്കാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ കൺസിഡർ ടൈം കൺസ്ട്രെയിൻസ് ആണ് 11th പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഈസി ആയിട്ടുള്ളൊരു പരീക്ഷ, അത് നമ്മൾ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന് എഴുതണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് എഴുതി തീർക്കാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 100 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ എസ്സേ എഴുതാൻ ഇത്ര മണിക്കൂർ ഒരു കുട്ടിക്ക് ആവശ്യമാണ്, ഒരു 15 ഒരു 20 മിനിറ്റ് ഒരു എസ്സേക്ക് ആവശ്യമാണ്. അങ്ങനെ 4 എസ്സേ ഉണ്ടെങ്കിൽ തന്നെ 1 മണിക്കൂർ കംപ്ലീറ്റ് ആവും അല്ലേ? അപ്പോൾ കൃത്യമായ ടൈമിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണം നമ്മൾ ടൈം ഫ്രെയിമിലായിരിക്കണം, ടൈം ഫ്രെയിം ചെയ്തുകൊണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ദെൻ 12th എന്ന് പറയുന്നത് അനലൈസ് റിസൾട്ട്. നമ്മൾ ഈ കുട്ടികളിൽ ചെറിയ സാമ്പിളിൽ നമ്മൾ നമ്മൾ ഈ ടെസ്റ്റ് നടത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റിസൾട്ടുകളൊന്ന് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തിട്ട് എന്താണോ പോരായ്മകൾ, ഇനി എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടോ, കുട്ടികളുടെ സ്ട്രെങ്ത് ഏരിയ ഏതാണ്, വീക്ക്നെസ് ഏരിയ ഏതാണ്, ഇതൊക്കെ നമുക്ക് ഈ അനലൈസിലൂടെ, ഈ റിസൾട്ട് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ദെൻ എന്ന് പറയുന്നത് 13th പ്രൊവൈഡ് ഫീഡ്ബാക്ക്. അതായത് നമ്മൾ ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്ന്, അതായത് നമുക്ക് ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇന്ന കുട്ടികൾ ഇത്ര ശതമാനം ജയിച്ചു, ഇന്ന കുട്ടികൾ ഇത്ര വീക്കായി. അപ്പോൾ നമുക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടും. കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ പഠിപ്പിച്ചതിൽ വല്ല പോരായ്മകളുണ്ടോ, ടീച്ചേഴ്സിനാണെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ച വല്ല പോരായ്മകളുണ്ടോ, എന്തെങ്കിലും കണ്ടൻറ്റ് കുട്ടികൾക്ക് കിട്ടാത്തതുണ്ടോ, ഏതൊക്കെ കണ്ടൻറ്റുകളിലാണ് കുട്ടി നല്ല പോലെ ആക്റ്റീവായിട്ട് എഴുതിയത്, ഉത്തരങ്ങൾ എഴുതിയത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടൻറ്റുകളിലാണ് കുട്ടികൾ നേരെ ചൊവ്വേ ഫോക്കസ് കൊടുക്കാതിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ടീച്ചേഴ്സിന് ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനൊരു ഫീഡ്ബാക്ക് കിട്ടുന്നതിലൂടെ ലേണേഴ്സിന് തന്നെ മനസ്സിലാക്കാൻ പറ്റുകയാണ് അവരുടെ വീക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ വീക്ക് ഏരിയ ഏതാണ്, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഏരിയകൾ ഏതാണ് എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കുട്ടികൾക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.